നമ്മൾ ഇന്ന് പോയിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള ഒരു കേക്ക് ഫാക്ടറിയിലാണ്. അതായത് അവിടെ ഒരുപാട് കേക്കൊന്നും ഇല്ല, അവർ ഓർഡർ അനുസരിച്ച് ചെയ്ത് വെച്ച് 2-3 കേക്കുള്ളൂ. ബാക്കിയുള്ള കേക്കൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു കേക്ക് സെലക്ട് ചെയ്ത് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാനാണ് പോണത് കേട്ടോ. ഇതിങ്ങനെ ചാടി തുള്ളി പോകാനുള്ള കാരണം നമ്മുടെ പടക്കുതിരയിലാണ് പോകുന്നത്. കണ്ടോ, ഒരു നല്ലൊരു യാത്രയാണ്, നല്ലൊരു അടിപൊളി യാത്രയാണ് ഈ വഴിയിലൂടെ പോകുമ്പോൾ ഉള്ളത്. കാണുന്നുണ്ടല്ലോ, ചുറ്റും നല്ല കാട് ഉള്ള പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ചന്ദനക്കാവ് ക്ഷേത്രം. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ചന്ദനമരങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിന് ചന്ദനക്കാവ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. മേൽപ്പത്തൂര്, അതുപോലെ തന്നെ ചന്ദനക്കാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ടെന്നായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം ആ ഒരു 10 ഏക്കറോളം വരുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇതെന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പം അതിനകത്ത് ചന്ദനമരങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല, എന്നാലും ഒരുപാട് ആലുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയല്ലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നമ്മൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ പോകുന്ന വഴിയിൽ ഇങ്ങനെയുള്ള കോറികളൊക്കെ ഉണ്ട്, കരിങ്കൽ കോറികളൊക്കെ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള. കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ ഒന്ന് നിന്നു, അതൊക്കെ ഒന്ന് കണ്ടു. എന്നിട്ടാണ് വീണ്ടും നമ്മൾ പോകുന്നത്. അമ്മായി കാക്കാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കേക്ക്, അവിടെ ഒരാൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാളുണ്ട്, ഒരു അമ്മായി കാക്കയുടെ പേരക്കുട്ടി. നമ്മൾ അമ്മായിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അവരുടെ പറമ്പിലൊക്കെ ഒന്ന് നടന്ന് കണ്ടു. അവിടെ ഇതുപോലെ തന്നെ നല്ല മാങ്ങകളൊക്കെ ഉണ്ട്, നല്ല മൂവാണ്ട മാങ്ങയും അതുപോലെ തന്നെ വേറെ വെറൈറ്റി മാങ്ങകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളവിടെ പോയിട്ട് മാങ്ങ പെറുക്കാൻ വേണ്ടി പോയി. ആ സമയം തന്നെ നമുക്ക് ഒരു മാങ്ങ അപ്പോൾ വീട് നമ്മുടെ കയ്യിൽ കിട്ടി. അടിപൊളി അല്ലേ? അത് വാങ്ങി നമ്മൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും വേറെ ഒരു കോറിയാണിത്. ഇവിടെയും അതുപോലെ തന്നെ കണ്ട പേടിയാവും, ഒരു നിഗൂഢതകൾ ഒളിഞ്ഞു നിൽക്കുന്ന പോലെയുള്ള ഒരു കോറിയില്ല. അങ്ങനെ നമ്മൾ അവരുടെ കൂടെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അമ്മായിയും അമ്മായി കാക്കയും അതുപോലെ തന്നെ അവരുടെ മരുമകളും ഒക്കെ നമ്മൾ നന്നായിട്ട് സൽക്കരിച്ച് കുറച്ച് നേരം കുട്ടികളുടെ കൂടെയൊക്കെ സംസാരിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു.